പ്രിയ പ്രേക്ഷകരെ, ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വൻ കുതിപ്പിന് ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വെറും വേഗതയല്ല, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ പറക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വന്തമാക്കാൻ പോകുന്നത്. അയൽ രാജ്യങ്ങളുടെ പക്കലുള്ള അത്യാധുനിക സംവിധാനങ്ങളെ പോലും നിഷ്ഭ്രമമാക്കുന്ന ഈ പുതിയ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുമെന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ഹൈപ്പർസോണിക് കരുത്ത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത ആ നിർണായക തീരുമാനം എന്താണ്? ആഗോള ശക്തികളെ വരെ അത്ഭുതത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഇന്ത്യയുടെ ഈ രഹസ്യ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. അടുത്തിടെ നടന്ന ഒരു ചടങ്ങിൽ DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് ഒരു വലിയ കാര്യമാണ് വെളിപ്പെടുത്തിയത്. ഇന്ത്യ ഒരേ സമയം 2 അത്ഭുതങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് സംവിധാനവും മറ്റൊന്ന് ഹൈപ്പർസോണിക് ക്രൂയിസ് സംവിധാനവും. ഇപ്പോൾ നമ്മുടെ പക്കലുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ വേഗത നിങ്ങൾക്കറിയാമല്ലോ. ഏകദേശം മാക് 2.8 മുതൽ മാക് 3 വരെയാണ് അതിന്റെ വേഗത വരുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്നത് ഇതിന്റെ ഇരട്ടിയിലധികം വേഗതയുള്ള ടെക്നോളജിയാണ്. അതായത് മാക് 5 മുകളിൽ സഞ്ചരിക്കുന്ന കരുത്തന്മാരാണ് ഇനി ഇന്ത്യയിലേക്ക് പറന്നെത്താൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശത്രുക്കളുടെ റഡാറുകളിൽ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നതാണ്. ഒരു പ്രതിരോധ കവചത്തിനും ഇവയെ തടയാനാവില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നിലനിൽക്കുന്നത്. എന്തിനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഇത്രയും വേഗത്തിൽ ഇതുപോലൊരു നീക്കം ഇവിടെ നടത്തുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് അവരുടെ ആഴ്സനലുകൾ ആധുനികവൽക്കരിക്കുകയാണ്. ചൈനീസ് നിർമ്മിത J-10C ഫൈറ്ററുകളും ലോങ് റേഞ്ച് സംവിധാനങ്ങളും നമ്മുടെ അയൽക്കാർ സജ്ജമാക്കുന്നുണ്ട്. ഹിമാലയൻ അതിർത്തികളിലും സമുദ്ര മേഖലകളിലും വെല്ലുവിളികൾ ഉയരുകയാണ്. ഇവിടെയാണ് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണം പ്രകടമാകുന്നത്. ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ നിലവിൽ വരുന്നതോടെ ശത്രുക്കളുടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നിമിഷ നേരം കൊണ്ട് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതാണ്. ഇത് വെറും ഒരു ആയുധമല്ല, മറിച്ച് ശത്രുക്കൾ ഇന്ത്യക്ക് നേരെ ഒരു നീക്കം നടത്തുന്നതിന് മുൻപ് 100 വട്ടം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഡിറ്ററന്റ് തന്നെയാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പുറമെ മറ്റൊരു വമ്പൻ പദ്ധതി കൂടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അഗ്നി 6. 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും എന്നതാണ്. അതെ, അതാണ് MIRV ടെക്നോളജിയുടെ കഴിവ്. ഇന്ത്യയുടെ ഈ കുതിപ്പോടെ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുടെ പട്ടികയിലേക്ക് ഭാരതം ഔദ്യോഗികമായി ചുവടുവെച്ച് കയറുമെന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു അഭിമാന വസ്തുതയാണ്. അമേരിക്ക പോലും ഇത്തരം പരീക്ഷണങ്ങളിൽ വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് ഇന്ത്യ തദ്ദേശീയമായി സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് 1000 സെക്കൻഡിലധികം വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയത്. ഇത് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ഈ വമ്പൻ നീക്കങ്ങളിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് ഞങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ആധുനികമായ ഏതു വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ് എന്നതാണ്. മോദി ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരതം പദ്ധതിയിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപരമായ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തുകയും ചെയ്യുന്ന ഒരു കിടിലൻ നീക്കമായി തന്നെ വേണം കണക്കാക്കാൻ. വേഗത, കൃത്യത, കരുത്ത, ഈ 3 കാര്യങ്ങളിലൂന്നിയാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം. കടലിലൂടെയും കരയിലൂടെയും ആകാശത്തും ഒരുപോലെ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. ഈ അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.